അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ എടുക്കാൻ പോകുന്നത് ചൈനീസ് റവല്യൂഷന്റെ ഭാഗമാണ്. ചൈനീസ് റവല്യൂഷൻ അഥവാ ചൈനീസ് വിപ്ലവം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, നമ്മുടെ വേൾഡ് റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്, ഇൻഫ്ലുവൻസ് ഓഫ് ദ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവം, അതേപോലെ തന്നെ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ തന്നെ പിന്നുള്ളതാണ് ഇത് ചൈനീസ് വിപ്ലവം അല്ലെങ്കിൽ ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ചൈനീസ് റവല്യൂഷനിൽ പറയുന്നത് നമ്മൾ യൂറോപ്യര് എങ്ങനെയാണ് ചൈനയിൽ എത്തുന്നത്, അതേപോലെ തന്നെ ഇവിടെ ചൈനയുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധം, അല്ലെ? പൊതുവെ യൂറോപ്യൻസ് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? കച്ചവടം അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും വന്നിട്ടുള്ളതും. അതേപോലെ തന്നെ മൊണാർക്കി അല്ലെങ്കിൽ ആധിപത്യം, ഡൊമിനേഷൻ സ്ഥാപിച്ചെടുത്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കച്ചവട ബന്ധത്തിലേക്ക് വന്നിട്ടാണ് അവർ ആധിപത്യം സ്ഥാപിച്ചെടുത്തത്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? ചൈനീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആര് വരികയാണ്? യൂറോപ്യൻസ് വരികയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കാനുള്ളത്? ചൈനീസ് റവല്യൂഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ദ ചൈനീസ് റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ദ 20th century, China witnessed revolution again at the foreign rule and monarchy. The colonial power of Europe and America adopted policies in China. China different from the they had implemented at the colonies of other parts of the world. They were opium trade and open door policy. Let us discuss them. അതായത് നമ്മുടെ യൂറോപ്യൻസ് 20ാം നൂറ്റാണ്ടില് ചൈനയിൽ വന്നിട്ട് എങ്ങനെയാണ് റവല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവർ രണ്ട് പോളിസീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. രണ്ട് നയങ്ങളാണ് എവിടെ കൊണ്ടുവരുന്നത്? ചൈനയിൽ കൊണ്ടുവരുന്നത്. ആരാ കൊണ്ടുവരുന്നത്? യൂറോപ്യൻസ് ആണ് കൊണ്ടുവരുന്നത്. യൂറോപ്യൻസ് ചൈനയില് രണ്ട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തു. ഏതൊക്കെ പോളിസിയാണ്? ഒന്ന് ഒപ്പിയം ട്രേഡും ഒന്ന് ഓപ്പൺ ഡോർ പോളിസിയും. ഈ രണ്ട് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് പോളിസീസ് ആണ് ചൈനക്കാരില് ആര് അഡോപ്റ്റ് ചെയ്യണത്? യൂറോപ്യൻസ് കൊണ്ടുവന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ആ ഫസ്റ്റത്തതില് ചൈനീസ് റവല്യൂഷനിൽ ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് ആയിട്ട് പറയാനുള്ളത്. പാരഗ്രാഫ് ഇത്രയേ ഉള്ളൂ. 20th century, 20ാം നൂറ്റാണ്ടില് ചൈനയിലേക്ക് ആര് വരികയാണ്? നമ്മുടെ യൂറോപ്യൻസ് വരികയാണ്. യൂറോപ്യൻസ് മെയിൻ ആയിട്ട് ചൈന എന്ന് പറയുന്ന രാജ്യം ആധിപത്യം സ്ഥാപിച്ചെടുക്കാനായിട്ട് അവർ രണ്ട് പോളിസീസ് കൊണ്ടുവന്നു. ഒന്ന് ഒപ്പിയം ട്രേഡും ഒന്ന് ഓപ്പൺ ഡോർ പോളിസീസും. ഇനി ഒപ്പിയം ട്രേഡ് എന്താന്നുള്ളതും ഓപ്പൺ ഡോർ പോളിസി എന്താന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആർക്കെങ്കിലും അറിയോ ഒപ്പിയം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്? അറിയോ? എന്താണ്? ഒരു ഡ്രഗ്സ് ഐറ്റം അല്ലെങ്കിൽ ലഹരി പദാർത്ഥമാണ് എന്ത്? ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഒപ്പിയം ട്രേഡ് എന്തായിരിക്കും? ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി വ്യാപാരം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. ലഹരിയുടെ ഒരു പേരാണ് എന്ത്? ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്നത്. കറുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ്, അതൊരു ലഹരി പദാർത്ഥം അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ആണ്. അപ്പൊ അതിന്റെ കച്ചവടമാണ് ഏതിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അടുത്തത് പറയാനുള്ളത് ഒപ്പിയം ട്രേഡ് അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരം. Chinese silk, tea, and earthenware were in great demand all over Europe. China gained huge profit through the export of these items. നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യം മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയായിരുന്നു? ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തൺവെയർ, അതായത് നമ്മുടെ പട്ടുതുണി, പട്ട്, അതേപോലെ ടീ, തേയില, പിന്നെ അതേപോലെ തന്നെ മൺപാത്രങ്ങൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? എക്സ്പോർട്ട് ചെയ്യുക, കയറ്റുമതി ചെയ്യുക, വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും സാധനങ്ങളാണ്. അതിലാണ് അവർ ഏറ്റവും കൂടുതൽ എന്ത് നേടിയെടുത്തത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം നേടിയെടുത്തത്. ഇനി അടുത്തത് നോക്കാം. There was nothing to import to China from Europe. As a result, the European traders suffered a great loss. പിന്നെ എന്താണ്? നമുക്ക് ചൈനയിലേക്ക് യൂറോപ്യൻസിക്ക് ഇറക്കുമതി ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ ഒരു ഐറ്റം അവർക്കില്ല. നമുക്ക് നോർമലി അറിയാം, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക. ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല? പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല, ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെ? എക്സ്പോർട്ട് പറഞ്ഞാൽ എന്താ? കയറ്റുമതി. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പോർട്ട് എന്ന് പറയാം, അല്ലെ? ഇമ്പോർട്ട് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി എന്ന് പറയാം, അല്ലെ? എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ചൈനയ്ക്ക് നല്ല പ്രോഫിറ്റ് ആണ്. കാരണം എന്താണ്? ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? യൂറോപ്യൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ
എന്തില്ല, ഒരു സാധനവും ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? നമ്മുടെ യൂറോപ്യൻസിന് കഴിഞ്ഞില്ല. അപ്പൊ അവരെന്ത് സംഭവിക്കും? അവർക്ക് നഷ്ടം അല്ലെങ്കിൽ ലോസ് നേടിയിരുന്നതായിട്ട് വരും. ഇനി ആസ് എ റെമഡി ഫോർ ദിസ് ലോസ് ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം ആൻഡ് ഇൻടോക്സിക്കൻ ടു ചൈന. ദിസ് അഫക്റ്റഡ് ദ ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസംഷൻ, മെയ്ഡ് ദ ചൈനീസ് പീപ്പിൾ mentally imbalanced. It resulted in economic and mental അബ്ജെക്ഷൻ ഓഫ് ദി ചൈനീസ്. അവരെന്ത് ചെയ്തു? ബുദ്ധിപൂർവം ചൈനക്കാർ എന്ത് ചെയ്യാണ്? ഈ കറുപ്പ് അല്ലെങ്കിൽ ഒപ്പിയം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻടോക്സിക്കന്റ്, ഈ ലഹരി പദാർത്ഥം എവിടെ ഇമ്പോർട്ട് ചെയ്തു? നമ്മുടെ ചൈനയിൽ ഇമ്പോർട്ട് ചെയ്തു. ലഹരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ഒരു വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ചൈനയിലേക്ക് യൂറോപ്യൻസ് എന്ത് കൊണ്ടുവന്നു? ഈ ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ലഹരി പദാർത്ഥം എവിടേക്ക് കൊണ്ടുവന്നു? നമ്മുടെ ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ചൈനയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ അവരുടെ മൈൻഡ് അല്ലെ, അവരുടെ ബാലൻസ്, മെന്റലി ഇംബാലൻസ്ഡ്, അവർ മാനസികമായിട്ട് ആകെ തളർന്നു. ആ മാനസികമായിട്ട് തളരുന്നതിന്റെ ഒരു എഫക്ട് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അവിടെ കണ്ടോ താഴെ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് റിസൾട്ടഡ് ഇൻ ഇക്കണോമിക് ആൻഡ് മെന്റൽ അബ്ജെക്ഷൻ ഓഫ് ദീസ് ചൈനീസ്. സാമ്പത്തികമായിട്ടും മെന്റലി, നമ്മൾ മാനസികമായിട്ടും എവിടെയുള്ള ആൾക്കാർ തകർന്നു? നമ്മുടെ ചൈനയിലുള്ള ആൾക്കാർ തകർന്നു. അങ്ങനെ എന്ത് വീടാണ് ചൈന എന്ന് പറയുന്ന രാജ്യം പതുക്കെ പതുക്കെ എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സാമ്പത്തികമായിട്ടും അവരുടെ ഒരു മെന്റലി സ്ട്രെങ്ത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒന്ന് വീക്ക് ആവാനായിട്ട് തുടങ്ങി. അതാണ് ഏതിൽ പറയണത്? ഒപ്പിയം ട്രേഡില് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നും കൂടി പറഞ്ഞുതരാം. ഒപ്പിയം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് വ്യാപാരം. ചൈനീസ് സിൽക്ക്, ടീ, അതേപോലെ എർത്തൺ വെയർ ഒക്കെ എന്ത് ചെയ്തു? ചൈനക്കാർ എക്സ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ യൂറോപ്യൻസിന് ഇവിടെ ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തത്? നമ്മുടെ കറുപ്പ് എന്ന് പറയുന്ന ഇൻടോക്സിക്കൻ അല്ലെങ്കിൽ ഒപ്പിയം എന്ന് പറഞ്ഞിട്ടുള്ള ലഹരി എവിടേക്ക് കൊണ്ടുവന്നു? ചൈനയിലേക്ക് കൊണ്ടുവന്നു. ആ ചൈനയിലേക്ക് കൊണ്ടുവന്നപ്പോ അത് ഫുള്ളും ചൈനീസ് ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങി. അവർ മെന്റലി ഡിപ്രസ്ഡ് ആവുകയും അതേപോലെ തന്നെ എക്കണോമിക്, സാമ്പത്തികമായിട്ട് അവർക്ക് എന്ത് വന്നു? നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഇതാണ് എന്ത്? ഒന്നാമത്തെ യൂറോപ്യൻസ് നമ്മുടെ ചൈനയിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഒരു നയം എന്ന് പറയണത് എന്തായിരുന്നു? ഒപ്പിയം ട്രേഡ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ചൈന എന്ന് പറയുന്ന രാജ്യം അവർക്ക് ഡോമിനൻസ് അല്ലെങ്കിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ മാർഗമാണ് എന്ത്? ഒപ്പിയം ട്രേഡ് അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കാം. ഇത് രണ്ട് പോളിസി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിൽ ഒരു കുറിച്ച് നമ്മൾ പറഞ്ഞു, ഏതായിരുന്നു? ഒപ്പിയം ട്രേഡ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താ? ഓപ്പൺ ഡോർ പോളിസി. കേട്ടിട്ടുണ്ട് മക്കളെ? തുറന്ന വാതിൽ നയം അല്ലെ. ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. എന്തായിരിക്കും ഓപ്പൺ ഡോർ പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറിയോ? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക ഓപ്പൺ ഡോർ പോളിസി? ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? തുറന്നത് അല്ലെ. ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ഡോറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം, എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങി വരാനും പറ്റും അല്ലെ. അതേപോലെ തന്നെയാണ് എന്ത്? ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്പൺ ഡോർ പോളിസി വന്നിട്ടുള്ള വർഷം 1899 കേട്ടോ. നമ്മൾക്ക് ഇതിലില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ നോളജ് പോലെ 1890 എന്നുള്ളത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്തെന്നുണ്ട് വെച്ചാൽ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞിട്ട് 1899 എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ അടുത്തത് PPT ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. എന്നാലും എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. 1899 എന്ത് വരുന്നത്? ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം കൊണ്ടുവരുന്നത്. എന്താണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് നോക്കാം കേട്ടോ. By the end of the 19th century, several European countries acquired trade privileges in China. America could not acquire the privilege as it was not concerned about China at the time. എന്താ പറയണത്? 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഒരുവിധം യൂറോപ്യൻ കൺട്രീസ് ഒക്കെ എവിടേക്ക് വന്നു? കച്ചവടം അല്ലെങ്കിൽ ട്രേഡ് പ്രിവിലേജ്, കച്ചവട ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടേക്ക് വന്നു? ചൈനയിലേക്ക് വന്നു. ആര് മാത്രം വന്നില്ല? അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അമേരിക്കയ്ക്ക് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് എന്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല? കച്ചവട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ട്രേഡിന്റെ പ്രിവിലേജസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ചൈനയ്ക്ക് അമേരിക്കക്കാരും ചൈനക്കാരുമായിട്ട് ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതാണ് അതിൽ പറയണത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ബൈ ദ എൻഡ് ഓഫ് ദ 19th century, 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും എല്ലാ യൂറോപ്യൻ കൺട്രീസുമായിട്ടും
ആര് വന്നു? ചൈനക്കാര് ഒരു ട്രേഡ് പ്രിവിലേജസ് അല്ലെങ്കിൽ കച്ചവട ബന്ധങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ അക്വയർ ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നു. അമേരിക്ക മാത്രം, അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദ സെയിം ടൈം. ആ സമയത്ത് അമേരിക്കയ്ക്ക് എന്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല? നമ്മുടെ ചൈനയിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി to acquire the privilege, John Hay and then State Secretary of the USA proclaimed the open door policy. എന്താ അപ്പോ പറയുന്നത്? നമ്മുടെ അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആര് വന്നു? ജോൺ ഹേ. കണ്ടോ? ജോൺ ഹേ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ എന്തിലേക്ക് വരികയാണ്? നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ജോൺ ഹേ, സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ ഒരു ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നിയമം പ്രൊക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. ശ്രദ്ധിക്കാട്ടോ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള, അത് മാർക്ക് ചെയ്ത് വെക്കുക, ജോൺ ഹേ, സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ എന്ത് ചെയ്തു? ഓപ്പൺ ഡോർ പോളിസി അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ പ്രൊക്ലൈംഡ്, വിളംബരം ചെയ്തു. ആസ് പെർ ദിസ് പോളിസി America used for equal rights and opportunities for all. For all countries in Chinese market, China was divided into different regions to be controlled by various countries. The aim of this policy was to create opportunity for the USA to interfere in China. അമേരിക്ക എന്തുകൊണ്ടൊന്നു? ഒരു ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്ന ഒരു നയം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അല്ലെ? ആ നയത്തിൽ എന്താ പറയുന്നത്? ആ നിയമപ്രകാരം എന്താണ്? എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപോലെയുള്ള അവകാശങ്ങളും അവസരങ്ങളും ചൈനീസ് മാർക്കറ്റിൽ നൽകണമെന്നായിരുന്നു ഏതിന്റെ നയം? ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നും കൂടി പറഞ്ഞു തരാം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ത് ചെയ്തു? ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്ന ഒരു നയം അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം കൊണ്ടുവന്നു. ആ പോളിസിയിൽ പറയുന്നത് എന്തായിരിക്കും? അമേരിക്കയില് നമ്മുടെ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റില് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ അവകാശങ്ങളും ഒരുപോലെ എന്ത് നൽകണം? സാധ്യതകളും നൽകണം എന്നായിരുന്നു ഏതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓപ്പൺ ഡോർ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയൻസ് ടു ബി കൺട്രോൾഡ് ബൈ വാരിയസ് കൺട്രീസ്. അങ്ങനെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെന്റ് റീജിയൻസ്, പല വിഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ദ എയിം ഓഫ് ദിസ് പോളിസി വാസ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ USA ടു ഇന്റർഫിയർ ഇൻ ചൈന. ചൈനയും അമേരിക്കയും തമ്മിൽ എന്തിലേക്ക് വരികയാണ്? ഒരു ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ ഇടപെടുക, അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ആര്? ഈ ഓപ്പൺ ഡോർ പോളിസിയിലൂടെ ചൈനക്കാർക്കും അമേരിക്കക്കാർക്കും ഒരു ട്രേഡ് പ്രിവിലേജസ് അല്ലെങ്കിൽ ഒരു കച്ചവട ബന്ധം ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു അവസരം ആർക്ക് ഉണ്ടാക്കി കൊടുത്തു? USA ഉണ്ടാക്കി കൊടുത്തു. USA ചൈനയും പാടെ ഈ ഓപ്പൺ ഡോർ പോളിസി പ്രകാരം അങ്ങനെ ഒരു എന്താ പറയാ ഒരു കച്ചവട ബന്ധം അല്ലെങ്കിൽ ട്രേഡ് പ്രിവിലേജസ് കൊണ്ടുവന്നു. ഇതാണ് എന്ത്? ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇതാണ് ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം. അപ്പൊ നമ്മൾ രണ്ട് പോളിസീസ് പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് ഒപ്പിയം ട്രേഡ് എന്താന്ന് പഠിച്ചു, അതേപോലെ തന്നെ പിന്നെന്താ പഠിച്ചത്? ഓപ്പൺ ഡോർ പോളിസി എന്താന്നുള്ളതും പഠിച്ചു. ക്ലിയർ അല്ലേ? ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും ആര് എവിടേക്ക് അഡോപ്റ്റ് ചെയ്തതാണ്? യൂറോപ്യൻ കൺട്രീസ് നമ്മുടെ ചൈനീസിലേക്ക് അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് ഏതൊക്കെ? ഒന്ന് ഓപ്പൺ ഡോർ പോളിസിയും ഒന്ന് ഒപ്പിയം ട്രേഡും. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നോക്കാട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു നമ്മുടെ ഓപ്പൺ ഡോർ പോളിസിയും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എന്തിനെ കുറിച്ചിട്ട്? ഓപ്പൺ ഡോർ പോളിസി വന്നിട്ടുള്ള വർഷം നമ്മൾ 1899 പറഞ്ഞു അല്ലെ? 1899 എന്ത്? ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ
എന്ത് വന്നിട്ടുള്ളത്? ഇനി നമ്മുടെ ചൈനീസ് റവല്യൂഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബേസ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ? ബേസ് മാത്രമാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. അതായത് ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും വന്നിട്ട് എന്ത് വന്നു? രണ്ട് നയങ്ങൾ കൊണ്ടുവന്നു മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മൾ ചൈന റിപ്പബ്ലിക് ആകുന്നത് വരെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജസ്റ്റ് എന്താണ് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും വന്നിട്ട് തുടക്കം കുറിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയാണ് നമുക്ക് എന്താണ്? ഇനി നമുക്ക് ചൈന റിപ്പബ്ലിക് ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. അത് നോക്കാം. The Manchu dynasty in China favored the foreign interference and domination. Several organizations in China against in the ഇനി അതെ മക്കൾ, ഇത് എന്താണെന്നറിയോ, ഞാൻ ഇത് PDF എടുത്ത സമയത്ത് ചെറിയൊരു രീതിക്ക് കാണുന്നില്ല. അതായത് കുറച്ച് ക്ലിയർ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, ഒന്ന് വിചാരിക്കരുത്. ഇനി ദ മഞ്ചു ഡൈനസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇന്റർഫിയറൻസ് ആൻഡ് ഡൊമിനേഷൻ. ഇനി എന്താണ്? ചൈനയിൽ ആരാണ്? മഞ്ചു രാജവംശമാണ് ഉള്ളത്. ഓക്കെ, ചൈനയില് മഞ്ചു രാജവംശമാണുള്ളത്. രാജവംശമായിരുന്നല്ലോ, രാജഭരണം അല്ലെങ്കിൽ രാജവംശക്കാരുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മഞ്ചു രാജവംശം എന്തിന് ഫേവർ കൊടുത്തു? ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇന്റർഫിയറൻസ് ആൻഡ് ഡൊമിനേഷൻ. വിദേശാധിപത്യത്തിനും അതേപോലെ തന്നെ അവരുടെ ഇടപെടലിനും ആര് എന്ത് കൊടുക്കാണ്? ഫേവർ അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കാണ്. ആരാണ് ആനുകൂല്യം കൊടുക്കുന്നത്? മഞ്ചു ഡൈനസ്റ്റി അല്ലെങ്കിൽ മഞ്ചു രാജവംശമാണ് എന്ത് കൊടുക്കുന്നത്? നമ്മള് ഫോറിൻ ഇന്റർഫിയറൻസും അതേപോലെ തന്നെ ഡോമിനേഷൻ, ആധിപത്യത്തിന് എന്ത് കൊടുക്കുന്നത്? ഇന്റർഫിയറൻസിനും ഡോമിനേഷനും എന്ത് കൊടുക്കുക? ഫേവർ അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കുന്നത് ആരാണ്? മഞ്ചു രാജവംശമാണ്. ഇനി സം several organization in China revolted against in the മഞ്ചു ഡൈനസ്റ്റി. അതേപോലെ തന്നെ ഈ മഞ്ചു ഡൈനസ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മഞ്ചു രാജവംശത്തിനെതിരെ ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ സീക്രട്ട് ഓർഗനൈസേഷൻസ്, രഹസ്യ സംഘടനകൾ ആർക്കെതിരെ വരികയാണ്? മഞ്ചു രാജവംശത്തിനെതിരെ വരികയാണ്. ഇനി ദ എംബ്ലം ഓഫ് ദിസ് ഓർഗനൈസേഷൻ വാസ് ദ ബോക്സർ ഫസ്റ്റ്, സോ ദിസ് ഈസ് നോൺ ആസ് ബോക്സർ റിബേലിയൻ. അപ്പൊ എന്താണ്? 1900 ഈ മഞ്ചു രാജവംശത്തിന് എതിരെ ചൈനയിൽ ആരുണ്ടായിരുന്നു? കുറച്ച് രഹസ്യ സംഘടനകൾ ഉണ്ടായിരുന്നു. ആ രഹസ്യ സംഘടനകൾ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മഞ്ചു രാജവംശത്തിന് എതിരായിട്ട് വന്നു. അവരുടെ എംബ്ലം എന്തായിരുന്നു? നമ്മുടെ കൈയിന്റെ മുഷ്ടി അല്ലെ? നമ്മുടെ മുഷ്ടിയായിരുന്നു, അവരുടെ കൈമുഷ്ടിയായിരുന്നു എന്തിന്റെ മുദ്ര? അവരുടെ സിമ്പൽ അല്ലെങ്കിൽ അവരുടെ എംബ്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? ബോക്സർ റിബേലിയൻ അല്ലെങ്കിൽ ബോക്സർ കലാപം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. മഞ്ചു രാജവംശം അല്ലെങ്കിൽ മഞ്ചു ഡൈനസ്റ്റി ആർക്ക് സപ്പോർട്ടീവ് ആയിരുന്നു? ഫോറിൻ ഇന്റർഫിയറൻസും ഡൊമിനേഷൻസും, അതായത് പുറത്തുള്ള വിദേശാധിപത്യത്തിനുള്ള ഇടപെടലുകളും അതേപോലെ തന്നെ അവരുടെ ഡോമിനേഷൻ, അവരുടെ ആധിപത്യത്തിനും ആരെ ആനുകൂല്യം കാണിച്ചു? മഞ്ചു രാജവംശം അല്ലെങ്കിൽ മഞ്ചു ഡൈനസ്റ്റി ഫേവറബിലിറ്റി കാണിച്ചു. അപ്പൊ അവിടെ ചൈനയിലുള്ള കുറച്ച് ഓർഗനൈസേഷൻസ്, സം സീക്രട്ട് ഓർഗനൈസേഷൻ, കുറച്ച് രഹസ്യ സംഘടനകൾ ഈ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്? മഞ്ചു രാജവംശത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. ഏത് വർഷം? 1900. അപ്പോ അവിടെ നമ്മൾ എന്താണ്? അവരുടെ സിമ്പൽ എന്ന് പറയുന്നത് നമ്മുടെ കൈമുഷ്ടി അല്ലെങ്കിൽ അവരുടെ നമ്മുടെ കൈമുഷ്ടിയുടെ മുദ്രയായിരുന്നു. അതാണ് എന്ത്? ബോക്സർ റിബേലിയൻ അല്ലെങ്കിൽ ബോക്സർ കലാപം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ത്രൂ ദയർ rebellion was a failure stimulated in the revolutions that came up later. അപ്പൊ എന്താണ്? 1900 എന്ത് വരുന്നത്? മഞ്ചു രാജവംശത്തിനെതിരെ ബോക്സർ റിബേലിയൻ അല്ലെങ്കിൽ ബോക്സർ കലാപം വരുന്നത്. ഇൻ 1911 another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. This entered monarchy in China. എന്താ പറയുന്നത്? 1911 എന്ത് ചെയ്തു? ബോക്സർ റിബേലിയൻ അല്ലെങ്കിൽ ബോക്സർ കലാപം സൃഷ്ടിച്ചു. ആർക്കെതിരെ? മഞ്ചു രാജവംശത്തിനെതിരെ 1900 നമ്മൾ എന്ത് ചെയ്തു? ബോക്സർ കലാപം സൃഷ്ടിച്ചു അല്ലെ? അത് കഴിഞ്ഞപ്പോ എന്തായത്? ഫെയിലിയർ ആയപ്പോൾ ആ ബോക്സർ റിബേലിയൻ എന്ത് ചെയ്തു? ഫെയിലിയർ ആയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ടു പോയതിനു ശേഷം ഇൻ 1911 നമ്മുടെ മറ്റൊരു റവല്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു വിപ്ലവത്തിന് എന്ത് ചെയ്യാണ്? ഫോം ചെയ്യല്ലേ? മറ്റൊരു വിപ്ലവത്തിന് സൃഷ്ടിക്കുകയാണ്. എന്താണ്? പ്ലേസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാത്സൻ അഗെയിൻസ്റ്റ് ദ മഞ്ചു ഡൈനസ്റ്റി. മഞ്ചു രാജവംശത്തിനെതിരെ വരുന്ന മറ്റൊരു
ആളാണ് ആര്? ഡോക്ടർ സൺ യാത്സൻ. അയാളുടെ നേതൃത്വത്തിൽ 1911 മറ്റൊരു വിപ്ലവം സൃഷ്ടിച്ചു. 1911 എന്താ ചെയ്തത്? മറ്റൊരു വിപ്ലവം സൃഷ്ടിച്ചു. ആരായിരുന്നു നേതാവ്? ഡോക്ടർ സൺ യാത്സൻ അല്ലെ. ദിസ് എൻറ്റഡ് മൊണാർക്കി ഇൻ ചൈന. അത് എന്തുകൂടിയായിരുന്നു? മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ച അവിടെ അവസാനിക്കുകയായിരുന്നു അല്ലെ. രാജവാഴ്ച അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം എന്ന് പറയുന്നത് എപ്പ അവസാനിച്ചു? 1911 അവസാനിച്ചു. ആര് വന്നതിന് ശേഷം? ഡോക്ടർ സൺ യാത്സൻ വന്നതിന് ശേഷം. ഇനി ആഫ്റ്റർ ദ റവല്യൂഷൻ കുമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഇൻ സൗത്തേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൺ യാത്സൻ. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. എന്താ പറയണത്? ദി സെന്റഡ് മൊണാർക്കി ഇൻ ചൈന ആഫ്റ്റർ ദ റവല്യൂഷൻ. ഈ റവല്യൂഷൻ അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന് ശേഷം കുമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഇൻ സൗത്തേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൺ യാത്സൻ. ഡോക്ടർ സൺ യാത്സന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് എന്ത്? കുമിന്താങ് പാർട്ടി. ആ പാർട്ടിയുടെ പേരാണ് കുമിന്താങ് പാർട്ടി. 1911 ഡോക്ടർ സൺ യാത്സന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് കുമിന്താങ് പാർട്ടി. എവിടെ രൂപീകരിച്ചത്? സൗത്തേൺ ചൈനയിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പ് ആർക്കാണ് ഉണ്ടായിരുന്നത്? ഡോക്ടർ സൺ യാത്സനായിരുന്നു. അദ്ദേഹം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? എന്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്? മെയിൻ ആയിട്ട് നോക്കിക്കേ, നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. കണ്ടോ? നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഈ കാര്യങ്ങൾക്കാണ് ആര് ഇമ്പോർട്ടൻസ് കൊടുത്തത്? മെയിൻ ആയിട്ട് നമ്മുടെ സൺ യാത്സൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. 1911 ഒന്നും കൂടി പറഞ്ഞുതരാം, മറക്കരുതേ. 1911 ആര് വരുന്നത്? കുമിന്താങ് പാർട്ടി. 1911 കുമിന്താങ് പാർട്ടി രൂപീകരിച്ചു. ആരായിരുന്നു അതിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർ ആരായിട്ടുണ്ടായിരുന്നത്? ഡോക്ടർ സൺ യാത്സൻ. മറക്കരുത് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാ? ഡോക്ടർ സൺ യാത്സൻ. എപ്പോഴാ വന്ന വർഷം? 1911. കുമിന്താങ് പാർട്ടി വരുന്നതിനോടൊപ്പം എന്തും കൂടെ അവസാനിച്ചു? മൊണാർക്കി, ചൈനയിലുള്ള മൊണാർക്കി അല്ലെങ്കിൽ ആധിപത്യം, രാജവാഴ്ച കൂടി അവസാനിച്ചു. അതാണ് അതിൽ പറയണത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കുക. നമ്മൾ പറഞ്ഞു ഐഡിയോളജീസ് പറഞ്ഞു അല്ലെ. ഡോക്ടർ സൺ യാത്സൻ അല്ലെ, ഐഡിയോളജീസ് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഇനി അതിന്റെ താഴെ നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഇത്രയും കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. ഐഡിയോളജീസ് ഓഫ് സൺ യാത്സൻ എന്തിനാണ്? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. നോക്കാട്ടോ. നാഷണലിസം എന്താണ്? ദ മഞ്ചു ഡൈനസ്റ്റി ആൻഡ് ദ ഇംപീരിയൽ പവേഴ്സ്. നമ്മൾ ആർക്കെതിരെയാണ് മെയിൻ ആയിട്ട് വരുന്നത്? നമ്മള് മഞ്ചു രാജവംശത്തിനെതിരെയാണ് എന്ത് ചെയ്യണത്? മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ സൺ യാത്സന്റെ ആദ്യത്തെ ആശയമാണ് ഏത്? നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേശീയത പറഞ്ഞ എന്തായിരിക്കും? എന്തായിരിക്കും ദേശീയത? നാഷണലിസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ദേശീയത അല്ലെ. ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, അതായത് നമ്മുടെ ജാതി മതം ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതാണ് എന്ത്? നാഷണലിസം. ഇവിടെ സൺ യാത്സൻ കൊണ്ടുവന്നിട്ടുള്ള 3 ഐഡിയോളജീസ് ഏതൊക്കെയാണ്? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ഏതൊക്കെയാ? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. അതില് നാഷണലിസം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഡെമോക്രസി. ഡെമോക്രസി എന്താ? ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ ട്ടോ. ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം. നമ്മൾ ജനാധിപത്യപരമായിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോഷ്യലിസം എന്തായിരിക്കും? ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഇക്വാലിറ്റി. ക്യാപിറ്റൽ അല്ലെ, നമ്മുടെ മുതലാളിത്തത്തിന് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഇക്വാലിറ്റി, എല്ലാവർക്കും ഈക്വലി, എല്ലാവർക്കും എന്ത് കൊടുക്കുക? തുല്യത നൽകുക അല്ലെ. മുതലാളിത്തം അവസാനിപ്പിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി, എന്ത് ചെയ്യണം? ലാൻഡ് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. ഇതൊക്കെയാണ് ആരുടെ ആശയങ്ങൾ ഉണ്ടായിരുന്നത്? നമ്മുടെ ഡോക്ടർ സൺ യാത്സന്റെ ആശയങ്ങൾ ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ക്ലിയർ ആണോ? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ഓക്കെ അല്ലേ? നമ്മള് എന്തൊക്കെ പറഞ്ഞു?
ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും പറഞ്ഞു. ഒപ്പിയം എന്താണ്? ഒരു ഇൻടോക്സിക്കൻ ലഹരി പദാർത്ഥമാണെന്ന് പറഞ്ഞു. അത് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഓപ്പൺ ഡോർ പോളിസി ഏതാ വന്ന വർഷം? 1899 ആരായിരുന്നു അതിന്റെ ഓപ്പൺ ഡോർ പോളിസി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? നമ്മുടെ ജോൺ ഹേ ആയിരുന്നു അല്ലെ. ഇനി പിന്നെ പറഞ്ഞ എന്തായിരുന്നു? മഞ്ജു രാജവംശമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. മഞ്ജു രാജവംശത്തിനെതിരെ ആര് വന്നു? നമ്മുടെ സീക്രട്ട് ഓർഗനൈസേഷൻ, ചൈനയിലുള്ള ചില രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ അവര് വിപ്ലവം അല്ലെങ്കിൽ റവല്യൂഷൻ സൃഷ്ടിച്ചു 1900. അതാണ് ബോക്സർ ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. അവരുടെ സിംബൽ എന്തായിരുന്നു? നമ്മുടെ കൈമുഷ്ടി അല്ലെങ്കിൽ നമ്മുടെ മുദ്ര, ലൈക്ക് അവരുടെ മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ കൈമുഷ്ടിയായിരുന്നു അവരുടെ സിംബൽ അല്ലെങ്കിൽ എംബ്ലം എന്ന് പറയുന്നത്. അതിലെന്ത് ഫെയില്യൂർ ആയി? ബോക്സർ റിബേലിയൻ, ബോക്സർ കലാപം ഫെയില്യൂർ ആയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അതിനുശേഷം 1911 എന്ത് വന്നു? പുതിയൊരു പാർട്ടി രൂപീകരിച്ചു അല്ലെ. ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഡോക്ടർ സൺ യാത്സൻ. ഡോക്ടർ സൺ യാത്സന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് എന്ത്? കുമിന്താങ് പാർട്ടി അഥവാ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത്. എവിടെ രൂപീകരിച്ച്? സൗത്തേൺ ചൈനയിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് മഞ്ജു രാജവംശത്തിനെതിരെ, ബോക്സർ റിബേലിയന് ശേഷം, ബോക്സർ കലാപത്തിന് ശേഷം മഞ്ജു രാജവംശത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു റവല്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു വിപ്ലവമാണ് ഏത്? നമ്മുടെ ഈ ഡോക്ടർ സൺ യാത്സന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള കുമിന്താങ് പാർട്ടി ചെയ്തിട്ടുള്ള റവല്യൂഷൻ. സൺ യാത്സന്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പ് ഒരു പാർട്ടി രൂപീകരിച്ചു. കുമിന്താങ് പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. ഇനി ആ പാർട്ടി എന്തിനു കൊടുത്തു? 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആശയങ്ങൾ, ഇമ്പോർട്ടൻസ് ഐഡിയോളജീസ് കൊടുത്തു അല്ലെ. 3 ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഏതൊക്കെയാ? നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഈ 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞില്ലേ, കണ്ടോ? ഓപ്പൺ ഡോർ പോളിസി അവിടെ കൊടുത്തിട്ടുണ്ട് 1899. കണ്ടോ? ഓപ്പൺ ഡോർ പോളിസി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതന്നെയാണ് US പ്രൊപ്പോസ്ഡ് ദാറ്റ് ചൈന ഓപ്പൺസ് ദ ഡോർ ഫോർ മെർച്ചന്റ്സ് ഓഫ് ഓൾ നേഷൻസ്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ അല്ല, നമുക്ക് പറഞ്ഞതിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതാണ് ഇത് 1899 ഓപ്പൺ ഡോർ പോളിസി അതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? US പ്രൊപ്പോസ്ഡ് ദാറ്റ് ചൈന ഓപ്പൺസ് ദ ഡോർസ് ഫോർ മെർച്ചന്റ്സ് ഓഫ് ഓൾ നേഷൻസ്. US ആണ് എന്തിലേക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത്? ചൈനയിലേക്ക് പ്രൊപ്പോസൽ കൊണ്ടുവരുന്നത്. എന്താ കൊണ്ടുവരുന്നത്? ഓപ്പൺസ് ദെയർ ഡോർസ് ഫോർ മെർച്ചന്റ്സ് ഓഫ് ഓൾ നേഷൻസ്. എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? കച്ചവടം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നിട്ടുള്ള പോളിസിയാണ് ഓപ്പൺ ഡോർ പോളിസി. പിന്നെ നെക്സ്റ്റ് സൺ യാത്സനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇയാളാണ് ആര്? നമ്മുടെ ഡോക്ടർ സൺ യാത്സൻ എന്ന് പറയുന്ന വ്യക്തി. 1911 സൺ യാത്സൻ എന്ത് പാർട്ടി രൂപീകരിക്കുന്നത്? കുമിന്താങ് പാർട്ടി രൂപീകരിക്കുന്നത്. അങ്ങനെ പാർട്ടി ആൻഡ് ഓവർത്രോസ് ദ കിങ് ഡൈനസ്റ്റി. രാജവംശം എന്ത് ചെയ്യുന്നു? അവിടെ അവസാനിക്കുന്നു അല്ലെ. പിന്നെ താഴെ കണ്ടു നമ്മൾ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മുടെ ഡോക്ടർ സൺ യാത്സൻ 3 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഡെമോക്രസി, നാഷണലിസം, ലിവ്ലിഹുഡ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഇനി അടുത്തത് നോക്കാട്ടോ. ഇനി താഴെ he decided to nullify the unjust treaties signed with the foreign countries and wanted to maintain equality with Western countries. The Kumintang Republic adopted measures for the progress of agriculture and industry. കുമിന്താങ് പാർട്ടി എന്ത് ചെയ്യാണ്? നമ്മുടെ മെയിൻ ആയിട്ട് ഫോറിൻ കൺട്രീസിലേക്ക് നമ്മൾ ഉടമ്പടികൾ അല്ലെങ്കിൽ ട്രീറ്റീസ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളും ആര് റദ്ദാക്കി? നമ്മുടെ ഡോക്ടർ സൺ യാത്സൻ റദ്ദാക്കി കേട്ടോ. നമ്മുടെ സൺ യാത്സൻ തീരുമാനിക്കുകയാണ് എന്ത്? അൺജസ്റ്റ് ട്രീറ്റി സൈൻഡ് വിത്ത് ദ ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ട്രീറ്റീസ് ഉടമ്പടികൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്തു? റദ്ദാക്കി. ദ കുമിന്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. നമ്മുടെ കുമിന്താങ് റിപ്പബ്ലിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എന്തിലേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും, കാർഷിക മേഖലയ്ക്കും അതേപോലെ തന്നെ വ്യവസായ മേഖലയുടെ പുരോഗതി. പ്രോഗ്രസ് പറഞ്ഞാൽ എന്താ? പുരോഗതി അല്ലെ, ഡെവലപ്മെന്റ്. പ്രോഗ്രസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഏത് പാർട്ടിയെ ഇമ്പോർട്ടൻസ് കൊടുത്തത്? കുമിന്താങ് പാർട്ടി. ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു? അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു.
ഇനി ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വാരിയസ് ഫീൽഡ്. ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. In the beginning, the Kuomintang and the Communist cooperated with each other, but this cooperation was distributed when Chiang Kai-shek became the head of the republic following the death of Sun Yat-sen. ഇനി അവിടെ എന്ത് ചെയ്യാണ്, പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണ്. ആ പാർട്ടിയുടെ പേരാണ് ഏത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്ടോ. അപ്പൊ നമ്മൾ കുമിന്താങ് പാർട്ടി പറഞ്ഞു, അടുത്ത പാർട്ടിയാണ് ഏത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഫസ്റ്റ് എന്താണ്, സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്തായിരുന്നു? സെയിം ആയിരുന്നു. അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ ചൈനയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് വെൻ ചിയാങ് കൈഷക് ബിക്കെയിം ദ ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക് ഫോളോയിങ് ഡെത്ത് ഓഫ് സൺ യാറ്റ്സൻ. അതിനുശേഷം എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. രണ്ട് പാർട്ടി ആദ്യം ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എന്തായിട്ട് മാറി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെപ്പറേറ്റഡ് ആയി, കുമിന്താങ് പാർട്ടിയും സെപ്പറേറ്റഡ് ആയി. പക്ഷെ ഡോക്ടർ സൺ യാറ്റ്സൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഡോക്ടർ സൺ യാറ്റ്സൻ മരണപ്പെടുന്ന വർഷം 1925 കേട്ടോ. 1925 എന്ത് ചെയ്തു? സൺ യാറ്റ്സൻ എന്ത് ചെയ്തു? മരിക്കപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു. 1922 കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്തായിട്ട് മാറി? സെപ്പറേറ്റഡ് ആയിട്ട് മാറി. അത് കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സെപ്പറേറ്റഡ് ആയിട്ട് മാറി. ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, 1921 പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. അതാണ് എന്ത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആര്? മാവോ സേ തുങ്. അതില് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരാണ് ആരൊക്കെ? കാൾ മാക്സും വ്ളാഡിമിർ ലെനിനും. അതിനുശേഷം 1922 ആയപ്പോൾ കണ്ടോ, ഡെസ്പൈറ്റ് ഡിഫറൻസസ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് നാഷണൽ യൂണിറ്റ് ടുഗദർ വേർഡ്ലെസ് ജപ്പാനീസ്. അതായത് 1922 എന്തായി? രണ്ട് പാർട്ടികളും തമ്മിൽ പിരിഞ്ഞു. ഏതൊക്കെ പാർട്ടികളാ? ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ നമ്മുടെ കുമിന്താങ് പാർട്ടിയും തമ്മിൽ വേർപിരിഞ്ഞു. ഡിഫറെന്റ് ആയില്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു, പിരിഞ്ഞു പോയി. ഇവിടെ കണ്ടോ 1925 കണ്ടോ, സൺ യാറ്റ്സൻ ഡൈസ് ആൻഡ് ജിയാങ് ഷിക്ക്, അതായത് ബിക്കംസ് ദ ലീഡർ ഓഫ് ദ കുമിന്താങ് ഓർ നാഷണലിസ്റ്റ് പാർട്ടി. 1925 ആര് മരണപ്പെട്ടു? ഡോക്ടർ സൺ യാറ്റ്സൻ മരണപ്പെട്ടു. ഡോക്ടർ സൺ യാറ്റ്സന്റെ മരണശേഷം അതിന്റെ തലവനായിട്ട് അല്ലെങ്കിൽ കുമിന്താങ് പാർട്ടിയുടെ ലീഡർ ആയിട്ട് ആരാ വരുന്നത്? ചിയാങ് കൈഷക് ആണ് വരുന്നത് കേട്ടോ. നമ്മുടെ കുമിന്താങ് പാർട്ടിയുടെ ലീഡർ ആയിട്ട് ആര് വന്നു? ചിയാങ് കൈഷക് വരുന്നത്. ആര് ഡോക്ടർ സൺ യാറ്റ്സൻ മരണപ്പെട്ടതിന് ശേഷം വരുന്ന ലീഡറാണ് ആര്? നമ്മുടെ ചിയാങ് കൈഷക് എന്ന് പറയുന്ന വ്യക്തി. അതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഒന്നും കൂടി പറഞ്ഞുതരാം. 1911 ഡോക്ടർ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി രൂപീകരിച്ചു. 21 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 22 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ കുമിന്താങ് പാർട്ടിയും രണ്ടും എന്തായിരുന്നു? ആദ്യം സെയിം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 22 എന്തായിട്ട് മാറി? രണ്ടും സെപ്പറേറ്റഡ് ആയി. 1922 ആയപ്പോൾ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്തായിട്ട് മാറി? സെപ്പറേറ്റഡ് ആയിട്ട് മാറി. 1925 ഡോക്ടർ സൺ യാറ്റ്സൻ മരണപ്പെട്ടു. ഡോക്ടർ സൺ യാറ്റ്സൻ മരണത്തിന് ശേഷം കുമിന്താങ് പാർട്ടിയുടെ ലീഡറായിട്ട് ആര് വന്നു? ചിയാങ് കൈഷക് അധികാരത്തിലേക്ക് വന്നു. അതാണ് ഇതിൽ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇനി എങ്ങനെയാണ് ചൈന റിപ്പബ്ലിക് ആയത്? റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. ഇനി ചൈന എന്ത് ചെയ്യാണ്? റിപ്പബ്ലിക് ആവാനായിട്ട് പോവാണ് അല്ലെ. വിപ്ലവങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്? ചൈന റിപ്പബ്ലിക് ആവാനായിട്ട് പോവാണ്. അതിൽ നോക്കുക, ചിയാങ് കൈഷക് ascertained the military autocracy in China. Chiang Kai-shek ascertained military autocracy in China. He gave opportunity for foreign powers, including America, to freely interfere in China and did not cooperate with the communists. Coal and iron industries, banking and foreign trade were all controlled by foreign countries. നമ്മുടെ കൽക്കരി അതേപോലെ അയൺ ഇൻഡസ്ട്രീസ്, ഇരുമ്പുരുക്ക് വ്യവസായശാലകള്, ബാങ്കിങ്, ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം, ഇതൊക്കെ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. ആരാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? വിദേശ രാജ്യങ്ങളാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അല്ലെ, അവരെന്ത് ചെയ്യാണ്? പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്കിനെതിരെ വരികയാണ്. ചിയാങ് കൈഷക് ആരായിരുന്നു? നമ്മുടെ കുമിന്താങ് പാർട്ടിയുടെ ലീഡർ ആയിരുന്നു ചിയാങ് കൈഷക്. അപ്പൊ അയാളുടെ പോളിസി അല്ലെങ്കിൽ അയാളുടെ ഭരണത്തിനെതിരെ ആര് വരികയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരികയാണ്, കമ്മ്യൂണിസ്റ്റുകൾ വരികയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, കുമിന്താങ് പാർട്ടിയുടെ ലീഡറാണ് ആര്? ചിയാങ് കൈഷക്. ചിയാങ് കൈഷക്കിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണത്തിനെതിരായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ വരുന്നത് കേട്ടോ. ഇനി നോക്കുക,
They were brutally suppressed at that time. Mao Zedong rose to leadership of the Communist Party. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിട്ട് നമ്മൾ ആരെ എടുത്തു? മാവോ സേതുങ് അധികാരത്തിലേക്ക് വന്നു. കണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിട്ട് നമ്മൾ ആരിലേക്ക് അധികാരത്തിലേക്ക് വന്നു? മാവോ സേതുങ് അധികാരത്തിലേക്ക് വന്നു. ഇനി എ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം കിയാൻസി ഇൻ സൗത്ത് ചൈന and adventurous trip ended at Yan'an in northwestern China. ശ്രദ്ധിച്ചിരിക്കാട്ടോ. അപ്പൊ എന്താണ് മെയിൻ ആയിട്ട് എന്താണ്? അഡ്വഞ്ചറസ് ട്രിപ്പ് എൻറ്റേർഡ് യനാൻ. എവിടെ നിന്ന് തൊട്ടിട്ട് എവിടെ നിന്ന് വരെയാണ്? അവർ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു യാത്ര, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. എവിടെ നിന്ന് മുതലാ? കിയാങ്സി ഇൻ സൗത്ത് ചൈന. സൗത്ത് ചൈനയിലെ എവിടെ നിന്ന് മുതലാ? കിയാങ്സി മുതല് നോർത്ത് വെസ്റ്റേൺ ചൈനയിലെ യനാൻ വരെ നീളുന്നതായിരുന്നു ഏത് യാത്ര? ആ യാത്ര എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടി പറഞ്ഞു തരാം. എവിടെ നിന്ന് മുതല? സൗത്ത് ചൈനയിലെ കിയാങ്സി മുതല് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ചൈനയിലുള്ള യനാൻ വരെയായിരുന്നു ഇവരുടെ യാത്ര എന്ന് പറയുന്നത്. Throughout the journey, they seized out of agricultural land and villages from the lords and distributed them among the farmers. The journey covered around 12,000 kilometers, so it is known as the Long March. എന്താണ്? ഈ യാത്രയിൽ ഉടനീളം 12,000 കിലോമീറ്റർ ആണ് ഏകദേശം ഈ യാത്രയുടെ നീളം, അല്ലെങ്കിൽ നമ്മുടെ കിലോമീറ്റർ കണക്കിന് അവര് കവർ ചെയ്ത് 12,000 കിലോമീറ്റർ ആണ്. ഇത്രയും കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ഇവരെന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ലാൻഡിലെ കൃഷിഭൂമികള് ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാണ്? സീസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്തു? വിതരണം ചെയ്തു കൊടുത്തു. ആർക്കാ വിതരണം ചെയ്തു കൊടുത്ത്? ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു കൊടുത്തു. ഈ യാത്രയിൽ പോകുമ്പോൾ ഉള്ള കൃഷിഭൂമികൾ സീസ് ചെയ്തുകൊണ്ട്, സീസ് ചെയ്യാ പറഞ്ഞ എന്താ? പിടിച്ചെടുക്കുക അല്ലെ? പിടിച്ചെടുത്തുകൊണ്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? നമ്മുടെ വില്ലേജേഴ്സ് അല്ലെങ്കിൽ കർഷകർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. ലോങ് മാർച്ചിന്റെ എത്രയാണ്? 12,000 കിലോമീറ്റർ ആണ് എന്താ ഈ ഇത്രയും കവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ എന്തറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എവിടെ നിന്ന് മുതലാ? കിയാങ്സി ഇൻ സൗത്ത് ചൈന. സൗത്ത് ചൈനയിലെ കിയാങ്സി മുതല് നോർത്ത് വെസ്റ്റേൺ ചൈനയിലെ യനാൻ വരെ ആയിരുന്നു ഏതിന്റെ നീളം, ഏതിന്റെ യാത്ര എന്ന് പറയുന്നത്? നമ്മുടെ മാവോ സേതുങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. ഇനി hence Mao Zedong, the Communist Party, became the symbol of struggle of the Chinese against foreign power. ചിയാങ് കൈഷക് had to seek political asylum in Taiwan. എന്താണ് ചിയാങ് കൈഷക് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ, അത് മൊത്തമായിട്ട് പോയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തമായിട്ട് നമ്മുടെ കുമിന്താങ് പാർട്ടി എവിടെ നിന്ന് പോയി? നമ്മുടെ ഈ ചൈനയിൽ നിന്ന് പോവാണ്. അപ്പൊ കുമിന്താങ് പാർട്ടി കഴിഞ്ഞു, പിന്നെ ആരാ വരുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വരുന്നത് അല്ലെ? അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുകൊണ്ട് തന്നെ എന്താ ആർക്ക് ഇവിടെ ഇതില്ല? നമ്മുടെ ചിയാങ് കൈഷക്കിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെ? അവര് പാർട്ടി പോയില്ലോ. അപ്പൊ അവരെവിടേക്ക് പോവാണ്? തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടി പോയി. അസ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചു പോവാന്നൊക്കെ പറയില്ലേ? ഒളിച്ചോടി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അസ്ലം പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയ അഭയം തേടാനായിട്ട്. ഇവിടെ ചൈനയിൽ കഴിഞ്ഞു, അപ്പൊ അയാൾ എങ്ങോട്ടേക്ക് പോവാണ്? നേരെ തായ്വാനിലേക്ക് പോവാണ് കേട്ടോ. നേരെ തായ്വാനിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ തായ്വാനിലേക്ക് പോയിട്ട് ആരഭയം പ്രാപിച്ചു? ചിയാങ് കൈഷക്ക് എവിടെയാണ്? പൊളിറ്റിക്കൽ അസ്ലം ഇൻ തായ്വാൻ. തായ്വാനില് രാഷ്ട്രീയ അഭയം പ്രാപിക്കാനായിട്ട് പോയി. ഇനി നോക്കാം, when the റെഡ് ആർമി ഇനി അതിൽ നോക്കാം കേട്ടോ. ചിയാങ് കൈഷക്ക് എവിടേക്കാ പോയത്? തായ്വാനിലേക്ക് പോയി അല്ലെ? ഇനി when the Red Army of Mao Zedong captured the center of Kuomintang rule, China became the People's Republic of China on 1st October 1949 under the leadership of Mao Zedong. അങ്ങനെ എന്ത് വന്നു? നമ്മുടെ മാവോ സേതുങ്ങിന്റെ അധികാരത്തിൽ അല്ലെ? നമ്മുടെ ചൈനയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മാവോ സേതുങ്, അയാളുടെ അധികാരത്തിൽ ചൈന എന്തായിട്ട് മാറി? റിപ്പബ്ലിക് ആയിട്ട് മാറി. ഏത് വർഷം? 1949. ഏതാ ദിവസം, ഏതാ ഡേറ്റ്? ഒക്ടോബർ 1. ഒക്ടോബർ 1 1949 ഒക്ടോബർ 1 ചൈന എന്ന് പറയുന്ന രാജ്യം എന്തായിട്ട് മാറി? റിപ്പബ്ലിക് ആയിട്ട് മാറി. ചൈന റിപ്പബ്ലിക് ആകുമ്പോൾ ആരാണ് ഭരണാധികാരി? മാവോ സേതുങ് അല്ലെ? ചൈന റിപ്പബ്ലിക് ആയതിന്റെ കാരണം എന്തായിരുന്നു? നമ്മുടെ മാവോ സേതുങ് ആയിരുന്നു അതിന്റെ കാരണം ഉണ്ടായിരുന്നത്. മാവോ സേതുങ് ഏത് പാർട്ടിയുടെ ലീഡറാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ്. ഇതാണ് നമ്മുടെ ഇതിൽ പറയാനുള്ളത്, ചൈനീസ് റവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്താണ് മെയിൻ ആയിട്ട്
ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ ആണോ? ആ ഇനി എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതില് ആദ്യം നോക്കുക. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഓപ്പൺ ഡോർ പോളിസിയിലെ തുറന്ന വാതിൽ നയം 1899 തുറന്ന വാതിൽ നയവും ഒപ്പിയം ട്രേഡ് ആണ് പറഞ്ഞത്. ഇനി നമ്മള് കുറച്ചു മുന്നേ കണ്ടതിന്റെ ബാക്കി പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലോങ് മാർച്ച്. ഇതാണ് ലോങ് മാർച്ച്. ഏത് വർഷം? 1934, 1934 ലോങ് മാർച്ച് കേട്ടോ. 1934 ഇതാ ഇവിടെ ഇവിടെ കണ്ടു സ്റ്റാർട്ടിങ്. ഇവിടെ തൊട്ടിട്ട് എനാൻ വരെ അവസാനിക്കുന്നുണ്ട് അല്ലെ? എനാൻ വരെ ഇതാണോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. നീലയിൽ വരയ്ക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി റെഡ് ആണ്. ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നിന്ന് തൊട്ടിട്ട് കണ്ടോ ഇങ്ങനെ പോയിട്ട് എനാൻ വരെയാണ് ഏത് ലോങ് മാർച്ച് എന്ന് പറയണത്. ഏതാ വർഷം? 1934, 1934. ഏകദേശം 12,000 കിലോമീറ്റർ ആണ് ഇവര് എന്ത് ചെയ്തിട്ടുള്ളത്? കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. 12,000 കിലോമീറ്റർ ആണ് ഇവര് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് ഉള്ള പിക്ചർ എന്തായിരുന്നു? ലോങ് മാർച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പിക്ചർ എന്താണ്? ഇനി നോക്കുക. ലോങ് മാർച്ചിൽ അവർ പോകുന്ന ആ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു കണ്ടോ. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ നമ്മള് ജസ്റ്റ് ലൊക്കേഷൻ മാത്രമാണ് പറഞ്ഞത്. എവിടെ മുതൽ എവിടം വരെ എന്നുള്ളത് പറഞ്ഞു. എനാൻ വരെ അവസാനിക്കും. യാങ്സി മുതൽ എനാൻ വരെ അവസാനിക്കുന്നതാണ് പറഞ്ഞത്. ഇനി ഹൗ ഡു ദ കണ്ടീഷൻ ഓഫ് ലോങ് മാർച്ച് അപ്പിയർ ടു ദിസ്? കണ്ടോ ഇങ്ങനെയാണ് ഇവര് പോകുന്നത്. 1934 ലോങ് മാർച്ച്. എവിടെ മുതലാണോ? സൗത്ത് ചൈനയിലേക്ക് മുതൽ നോർത്ത് വെസ്റ്റേണിലെ എനാൻ വരെയായിരുന്നു ഇതിന്റെ നീളം, ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ മെയിൻ ആയിട്ട് 2 പോളിസീസ്. ഏതൊക്കെ പോളിസീസാ? ഒപ്പിയം ട്രേഡ്, ഓപ്പൺ ഡോർ പോളിസി. പിന്നെ 1911 കുമിന്താങ് പാർട്ടി രൂപീകരിച്ചു. ഡോക്ടർ സൺ യാത്സൻ ആയിരുന്നു അതിന്റെ നേതാവ്, ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത്. അയാൾ വന്നതോടുകൂടി അദ്ദേഹം വന്നതോടുകൂടി എന്താ അവസാനിച്ചു? നമ്മുടെ മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ച അവസാനിച്ചു. 1921 നെക്സ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ഏതായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോസെ തുങ് ആയിരുന്നു അല്ലെ? മാവോസെ തുങ് ആയിരുന്നു. ഇനി നോക്ക, ഇതാ മാവോസെ തുങ് ആയിരുന്നു ഏതിലുണ്ടായിരുന്നത്? അധികാരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അല്ലെ? ഇനി മാവോസെ തുങ്ങിന്റെ ഇതാണ് മാവോസെ തുങ് കേട്ടോ. ഇദ്ദേഹമാണ് മാവോസെ തുങ്. ഇയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. 1921 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു. ആരൊക്കെ കൂടിയിട്ടാ? കാൾ മാക്സും ഉണ്ട്, വ്ളാഡിമിർ ലെനിനും ഉണ്ട്. ഇവര് കൂടിയിട്ട് എന്ത് ചെയ്തു? രണ്ടുപേരും കൂടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1922, 1922 ആയപ്പോ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ത് ചെയ്തു? അവസാനിച്ചു. അവർ രണ്ടുപേരും കൂടിയിട്ട് സെപ്പറേറ്റഡ് ആയി. 1925 ഡോക്ടർ സൺ യാത്സൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഡോക്ടർ സൺ യാത്സൻ മരണപ്പെട്ടു. അതിനുശേഷം ആര് വന്നു? ചിയാങ് കൈഷക്കാണ് അധികാരത്തിലേക്ക് വന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്ന് മുതൽ നമ്മുടെ സൗത്ത് ചൈനയുടെ എനാൻ വരെയായിരുന്നു ലോങ് മാർച്ചിന്റെ ആ ഒരു നീളം അല്ലെങ്കിൽ പറയുന്നത്. 12,000 കിലോമീറ്റർ കേട്ടോ. ലോങ് മാർച്ചിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 12,000 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി പിന്നെ മാവോസെ തുങ് പറഞ്ഞു. അതേപോലെ ചിയാങ് കൈഷക്ക്. നമ്മുടെ ചിയാങ് കൈഷക്ക് ഇദ്ദേഹമാണ്. ചിയാങ് കൈഷക്ക് ആദ്യത്തിന് ശേഷം വന്ന ആളാണ്. ഡോക്ടർ സൺ യാത്സെനിന് ശേഷം ചിയാങ് കൈഷക്കാണ് അധികാരത്തിലേക്ക് വന്നത്. ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു? കുമിന്താങ് പാർട്ടിയുടെ നേതാവായിരുന്നു കേട്ടോ. ചിയാങ് കൈഷക്ക് കുമിന്താങ് പാർട്ടിയുടെ നേതാവായിരുന്നു. 1925 അതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. സൺ യാത്സൻ ഡൈസ് ആൻഡ് ചിയാങ് കൈഷക് ബിക്കംസ് ദ ലീഡർ ഓഫ് ദ കുമിന്താങ് ഓർ നാഷണലിസ്റ്റ് പാർട്ടി. നാഷണലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കുമിന്താങ് പാർട്ടിയുടെ ലീഡർ ആയിട്ട് ആര് വരികയാണ്? ചിയാങ് കൈഷക്ക് വരികയാണ്. ആര് മരണപ്പെട്ടതിന് ശേഷം? നമ്മുടെ ഡോക്ടർ സൺ യാത്സൻ മരണപ്പെട്ടതിന് ശേഷം. ഓക്കെ അല്ലേ? ഇതില് 1918 നാഷണലിസ്റ്റ് പാർട്ടി ട്രബിൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചെന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ഡോക്ടർ സൺ യാത്സൻ. നമ്മൾ ഓൾറെഡി കാണിച്ചു. 1911 ഡോക്ടർ സൺ യാത്സൻ രൂപീകരിച്ച പാർട്ടിയാണ് ഏത്? കുമിന്താങ് പാർട്ടി. അതിലെന്താണ്? പാർട്ടി ഓവർത്രോസ് ദ കിങ് ഡൈനസ്റ്റി. രാജവംശം എവിടെ അവസാനിച്ചു? ഇദ്ദേഹം വന്നതോടുകൂടി രാജവംശം അവസാനിച്ചു. ലാസ്റ്റുള്ള രാജവംശം ചൈനയിൽ ഏതായിരുന്നു? മഞ്ജു രാജവംശമാണ് ചൈനയിലുള്ള ലാസ്റ്റ് രാജവംശം. അതോടുകൂടി മഞ്ജു രാജവംശത്തിനെതിരെ ആര് വന്നു? ഡോക്ടർ സൺ യാത്സൻ വന്നു. അദ്ദേഹം കൊണ്ടുവന്ന പാർട്ടിയുടെ പേരാണ് കുമിന്താങ് പാർട്ടി ട്ടോ. ഇനി താഴെ ആള് കൊടുത്തിട്ടുള്ള 3 ആശയങ്ങൾ: ഡെമോക്രസി, നാഷണലിസം, ലൈവ്ലിഹുഡ്. ക്ലിയർ ആണോ? ഡെമോക്രസി, നാഷണലിസം, ലൈവ്ലിഹുഡ്.
ഇനി അതേപോലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള 1899 വന്നിട്ടുള്ള ഓപ്പൺ ഡോർ പോളിസി കേട്ടോ. ഓപ്പൺ ഡോർ പോളിസി ആര് അനൗൺസ് ചെയ്യുന്ന ആള്? സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ ആണ് 1899 ബോക്സർ റിബേൽ. അത് 1900 എന്നുള്ള രീതിക്കാണ് കേട്ടോ, 19th സെഞ്ചുറിയിലാണ് ഇതിൽ ഫസ്റ്റത്തെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ബോക്സർ റിബേലിയൻ അതെ 1899 നമ്മുടെ ഇത് ഓപ്പൺ ഡോർ പോളിസിക്ക് ശേഷമാണ് എന്ത് വരുന്നത്? ബോക്സർ റിബേലിയൻ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ ഒപ്പിയം ട്രേഡും അതേപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസിയും. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒപ്പിയം മെയിൻ ആയിട്ട് ചൈനയിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ല എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചൈനയിൽ നിന്ന്? ചൈനീസ് സിൽക്ക്, ടീ, തേയില, എർത്തൺ വെയർ, പാത്രങ്ങൾ, ഇതൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ട് ചെയ്യാൻ എന്തുണ്ടായിരുന്നില്ല? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്ന ഇൻടോക്സിക്കന്റ് എവിടെ ഇമ്പോർട്ട് ചെയ്തു? നമ്മുടെ ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചൈനീസ് റവല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മെയിൻ ആയിട്ട് ചൈനീസ് റവല്യൂഷൻ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയാണ് യൂറോപ്യൻസ് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകൾ നോക്കുക. ഒപ്പിയം ട്രേഡും അതേപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി നടന്ന വർഷം, പിന്നെ ഓപ്പൺ ഡോർ പോളിസി ആരാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊക്ലൈം ചെയ്തിട്ടുള്ളത് ആരാണ്? സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ ആണ്. പിന്നെ മെയിൻ ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ചൈനയിലേക്ക് ഒപ്പിയം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്ന ആ സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? പിന്നെ മഞ്ജു രാജവംശം അവസാനിച്ച വർഷം, ബോക്സർ റിബേലിയൻ, ബോക്സർ കലാപം അവസാനിച്ച വർഷം, അതേപോലെ ഫെയിലിയർ ആയത്, പിന്നെ 1911 ഡോക്ടർ സൺ യാറ്റ്സൻ വന്നത്, കുമിന്താങ് പാർട്ടി രൂപീകരിച്ചത്. സൺ യാറ്റ്സൻ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ഐഡിയോളജീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. പിന്നെ 1921 എന്ത് വന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1921 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1922 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും സെപ്പറേറ്റ്. 1925 ഡോക്ടർ സൺ യാറ്റ്സൻ മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ചിയാങ് കൈഷക്ക് കുമിന്താങ് പാർട്ടിയുടെ നേതാവായിട്ട് മാറി അല്ലെ. 1925 കുമിന്താങ് പാർട്ടിയുടെ നേതാവായി ചിയാങ് കൈഷക്ക്. അതിനുശേഷം ഇതിലേക്ക് വരികയാണ് ചിയാങ് കൈഷക്കിന്റെ ഭരണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള മാവോ സേ തുങ് അധികാരത്തിലേക്ക് വന്നു. അദ്ദേഹം മാവോ സേ തുങ് ചിയാങ് കൈഷക്കിന്റെ ഭരണത്തിനെതിരെ വന്ന ഒരാളാണ്. പിന്നെ ഒരു ലോങ് മാർച്ചിന്റെ കഥ പറഞ്ഞു. ലോങ് മാർച്ചിന്റെ കഥ എവിടെ നിന്ന് മുതലായിരുന്നു? സൗത്ത് ചൈനയിലെ കിയാങ്സി മുതൽ നോർത്ത് വെസ്റ്റേൺ ചൈനയിലെ യെനാൻ വരെയായിരുന്നു ആ ഒരു ലോങ് മാർച്ച് എന്ന് പറയുന്നത്. കൺട്രോൾ എത്രയാണ്? ഏകദേശം ഓവറോൾ 12,000 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു ആ യാത്രയിലേക്ക്. അവിടുന്ന് അവരെന്താ ചെയ്തത്? അവരുടെ കൺസെപ്റ്റ് എന്തായിരുന്നു? പോകുന്ന വഴിയിലുടനീളം ലാൻഡ് സീസ് ചെയ്തുകൊണ്ട് ആർക്ക് കൊടുക്കുക? ഡിസ്ട്രിബ്യൂട്ടഡ് ടു വില്ലേജേഴ്സ് അല്ലെങ്കിൽ ഫാർമേഴ്സ്, കർഷകർക്ക് വിതരണം ചെയ്തു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ ഇടയിൽ ആര് പോയി? ചിയാങ് കൈഷക്ക് ചൈനയിൽ നിൽക്കാൻ പറ്റാതെയായപ്പോൾ തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം, അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി രൂപീകരിക്കാം എന്ന് പറഞ്ഞിട്ട് തായ്വാനിലേക്ക് പോവുകയാണ്. തായ്വാനിലേക്ക് പോയി 1949 1949 ഒക്ടോബർ 1 മാവോ സേ തുങ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ചൈന എന്ന് പറയുന്ന രാജ്യം റിപ്പബ്ലിക്കായി. ഇതാണ് ചൈനീസ് റവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.